ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയിൽ നമുക്കൊരു പാനിപ്പൂരി തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മല്ലിയില, മുളക് പൊടി 1/2 സ്പൂണ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. എൻ്റെ കയ്യിൽ അതില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിപ്പൂരി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പാനിപ്പൂരി തയ്യാറാക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. മസാല ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത പാനിപ്പൂരിക്കുള്ള അടുത്ത പാനി ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. പുതിനയില വേണമെങ്കിൽ നിങ്ങൾക്കിടാം. എൻ്റെ കയ്യിൽ ഇപ്പം പുതിനയില ഇല്ല. അപ്പം ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ദേ ഇത്രയും ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ദേ ഇത്രയും പുളി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാനൊരു ശകല ഗരം മസാലയും കൂടെ ഇത്രയും ഗരം മസാലയും കൂടെ ഇടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല ഇതിനകത്ത് ഉപയോഗിക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ശകലം വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് വെള്ളമാക്കി എടുക്കാൻ പോവാണ്. ഇപ്പം വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഒരു ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം വീണ്ടും നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളം ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പുളി അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി അതിലേക്ക് നമുക്ക് ചെറിയൊരു മധുരം വേണം അതിന് കേട്ടോ. അതനുസരിച്ച് വേണം നിങ്ങൾ ശർക്കര ഇടാനായിട്ട്. ഞാനിവിടെ 2 സ്പൂൺ ശർക്കരയാണ് ഇടുന്നത്. അതിട്ട് കൊടുത്തു. 1/2 സ്പൂൺ മുളക് പൊടി, ഒരു ശകല ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 ഐസ് ക്യൂബ് ഇടാം കേട്ടോ. ഇനി നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. ഞാൻ പാനിയും മസാലയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് നമ്മൾ എണ്ണയിലോട്ടിടുമ്പോൾ പൂരി കണക്ക് വരും. അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും. എല്ലാ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് വളരെയധികം എളുപ്പമാണ്. നമ്മളതിൻ്റെ പാനിയും മസാലയും മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. നോക്കിക്കേ. ഇപ്പം നമ്മുടെ പൂരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയത്. നോക്കിക്കേ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൂരിയെല്ലാം ഞാൻ തയ്യാറാക്കിയെടുത്ത് 5 മിനിറ്റ് കൊണ്ടാണ് ഇത് എല്ലാം തയ്യാറാക്കിയെടുത്തത്. നമുക്ക് ഇതേപോലെ കടയിൽ നിന്ന് മേടിച്ച് ഒരു ടിന്നിനകത്തിട്ട് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു നോക്കാം. ആദ്യം ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇതുണ്ടാക്കിയപ്പോഴേ കുട്ടികൾ പറക്കി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഈ മസാല ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ മസാല ഒഴിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പം ഇതേ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഇനി അടുത്തത് ഞാൻ മസാല വെച്ചു. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി കുറച്ച് ഉള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 രീതിയിലാണ് പാനി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാനിപൂരി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.